പൂരാവേശത്തിൽ തൃശൂർ തിരുവമ്പാടി ഭഗവതിയുടെ വടക്കുംനാഥനിലേക്കുള്ള എഴുന്നള്ളത്തായ മഠത്തിൽ വരവ് പഞ്ചവാദ്യം പുരോഗമിക്കുകയാണ്. പൂരപ്രേമികൾ കാത്തിരിക്കുന്ന പാറമേക്കാവ് വിഭാഗത്തിന്റെ ഇലഞ്ഞിത്തറമേളം 2 മണിക്ക് നടക്കും. 5 മണിക്ക് തെക്കോട്ടിറക്കത്തിന് ശേഷമാണ് കുടമാറ്റം. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ 15 മിനിറ്റ് മാത്രമാണ് കുടമാറ്റം നടക്കുക. വെടിക്കെട്ടും ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. പൂരനഗരിയിൽ നിന്ന് വിവരങ്ങൾ സിബി ജോസഫും ഒപ്പം തന്നെ ജംഷീർ കൊടിഞ്ഞിയും നൽകും. സിബിയിലേക്കാണ്. സിബി, അങ്ങനെ പൂരം കത്തിക്കയറുന്നുണ്ട്, ഒപ്പം തന്നെ ചൂടും അതുപോലെ കത്തിക്കയറുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടക്കുന്ന വൻ ജനക്കൂട്ടം പൂരനഗരിയിലേക്ക് എത്തുന്നു. അങ്ങനെ കണ്ണിറച്ച കാഴ്ചകൾ കണ്ട് അപ്പോൾ നാദ വിസ്മയങ്ങളിൽ അലിഞ്ഞു നടക്കുന്ന ഒരു ജനക്കൂട്ടത്തെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ ചടങ്ങുകളാണ് നിലവിൽ നടക്കുന്നത്? ജെൽസി, എന്തായാലും പൂരം കത്തിക്കയറുകയാണ്, കുട്ടിക്കയറുകയാണെന്ന് തന്നെ പറയാം. കാരണം മഠത്തിൽ വരവാണ് എനിക്ക് പിന്നീട് കാണുന്നത്. ഈ മഠത്തിൽ വരവ് പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ഇവിടെ പഞ്ചവാദ്യ മേളങ്ങളുടെ അകമ്പടിയോടെ മഠത്തിൽ വരവ് വരുന്ന കാഴ്ചയാണ്. പ്രത്യേകിച്ച് തിരുവമ്പാടി ഭഗവതിയുടെ തിളമ്പേറ്റിയ തിരുവമ്പാടി രാജശേഖരൻ 2 ആനകളുടെ അകമ്പടിയോടെ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ്. അത് ദേവസ്വം അവിടെ ബ്രഹ്മസ്വം മഠത്തിൽ നിന്നാണ് ആ വരവ്. ബ്രഹ്മസ്വം മഠത്തിൽ നിന്നുള്ള വരവിനാണ് മഠത്തിൽ വരവ് എന്ന് പറയുന്നത്. നേരത്തെ ഈ പൂരത്തിൻ്റെയൊക്കെ തുടക്കത്തിൽ അവിടെ പൂരത്തിനുള്ള ചമയങ്ങൾ നൽകിയിരുന്നത് ഈ തെക്കേ മഠമായിരുന്നു. അതിൻ്റെ ഒരു അനുസ്മരണമായിട്ടാണ് തെക്കേ മഠത്തിൽ നിന്നും ഈ തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് ഇങ്ങോട്ട് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ചടങ്ങ്, ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് പഞ്ചവാദ്യ മേളമാണ്. ഈ പഞ്ചവാദ്യ മേളത്തിൻ്റെ അകമ്പടിയോടെ ആ ഒരു മേളക്കൊഴുപ്പിലാണ് ഈ ഒരു മഠത്തിൽ വരവ്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അവിടെ പ്രത്യേകിച്ച് പൂരപ്രേമികളും വാദ്യമേളങ്ങളുടെ ആഘോഷത്തോടെ പൂരപ്രേമികൾ താളം പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാം. ഇത് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. അവിടെ നായ്ക്കനാൽ പന്തലിൽ പ്രവേശിച്ച ശേഷമാണ് അവിടെയും ഇത്തരത്തിൽ പഞ്ചവാദ്യമേളം ഉണ്ടാകും. ഈ ബ്രഹ്മസ്വം മഠത്തിന് മുൻപിൽ 1 മണിക്കൂറോളം പഞ്ചവാദ്യ മേളം കൊട്ടിക്കയറിയതിനു ശേഷമാണ് പിന്നീട് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഇത്തരത്തിൽ എഴുന്നള്ളിപ്പായി ഈ 3 ആനകളുടെ അകമ്പടിയോടെ ഈ തിരുവമ്പാടി രാജശേഖരൻ എത്തുന്നത്. അതിനുശേഷം ഈ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് 7 ആനകളുടെ അകമ്പടിയായി മാറുമെന്നുള്ളതാണ് പ്രത്യേകത. അതിനുശേഷമാണ് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് നായ്ക്കനാലിലേക്ക് പോകുക. അവിടെ വെച്ച് 2 മണിക്കൂറോളം പഞ്ചവാദ്യ മേളത്തിൻ്റെ കൊഴുപ്പുണ്ടാകും. കൊങ്ങോട് മധുവാണ് പ്രമാണികൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യ മേളമാണ് കുട്ടിക്കയറുന്നത്. വലിയ ആവേശകരമായ പഞ്ചവാദ്യ മേളമായിരുന്നു. 5 വാദ്യോപകരണങ്ങളുടെ മേളമായിരുന്നു. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ഇതിൽ തിമില, മദ്ദളം, ഇടയ്ക്ക, കൊമ്പ്, ഇലത്താളം എന്നിങ്ങനെ 5 വാദ്യോപകരണങ്ങളാണ് ഇതിൽ കൊട്ടിക്കയറുക. ഈ 5 വാദ്യോപകരണങ്ങൾ ഒരുമിച്ച് കൊട്ടുന്ന കൊട്ടെല്ലാം തന്നെയും ഏറ്റവും അധികം ആവേശകരമായ, അല്ലെങ്കിൽ ആരാണ് എല്ലാ മനുഷ്യരെയും ഒരുപോലെ താള ലയത്തിൽ ആറാടുന്ന ഒരു ഒന്നാണ് ഈ ഒരു മഠത്തിൽ വരവും പഞ്ചവാദ്യ മേളവും എന്ന് പറയുന്നത്. ഈ പഞ്ചവാദ്യ മേളത്തിൽ താളം പിടിക്കാനും ആസ്വദിക്കാനുമായി പൂരപ്രേമികളുടെ വലിയ ഒഴുക്കാണ്. ഇപ്പോൾ ഈ ബ്രഹ്മസ്വം മഠത്തിൽ നിന്നും ഇത്തരത്തിൽ 2 ആനകളുടെ അകമ്പടിയോടെ തിരുവമ്പാടിയുടെ അപ്പോൾ പൂരപ്പെരുമ, തൃശ്ശൂരിന്റെ പൂരപ്പെരുമ കേരളക്കരയാകെ ഏറ്റുപിടിക്കുന്ന നിമിഷങ്ങളാണ്. എല്ലാ അതിർത്തികളും ഭേദിച്ച് പൂരപ്രേമികൾ അങ്ങനെ തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തി അവിടെ പൂരത്തിലലിഞ്ഞ് പൂരത്തിലാറാടി വാദ്യമേളങ്ങൾക്ക് താളം പിടിച്ചങ്ങനെ മയങ്ങി നിൽക്കുന്ന കാഴ്ചകൾ കൂടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജംഷീർ കൊടിഞ്ഞു കൂടിയുണ്ട്. ജംഷീർ, എവിടെയാണുള്ളത് ഇപ്പോൾ? പൂരം എങ്ങനെ ആസ്വദിക്കുന്നു? ജിൻസി, ഞാനിപ്പോൾ ഉള്ളത് പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്ത് ചടങ്ങിലാണ്. ഇപ്പോൾ പാറമേക്കാവ് ഭഗവതി ചെമ്പട കൊട്ടിയിറങ്ങി 15 ആനകളുടെയും ചെമ്പട മേളത്തിൻ്റെയും അകമ്പടിയോടെ സർവാലങ്ക വിഭൂഷിതയായി പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളുകയാണ്. തുടർന്ന് ഇപ്പോൾ ചെമ്പട മേളം അവസാനിച്ച് പാണ്ഡ്യമേളം തുടങ്ങി വടക്കുംനാഥന്റെ ക്ഷേത്രത്തിൽ കിഴക്കേ ഗോപുരം വഴി അകത്ത് കടക്കുകയാണ്. വടക്കുംനാഥന്റെ പടിഞ്ഞാറേ നടയിലേക്കാണ്
ഇലഞ്ഞിത്തറ മേളത്തിലേക്ക് ആണ് പോകുന്നത്. 15 ആനപ്പുറത്ത് നടപ്പാണ്ടിക്കുട്ടി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ കയറുകയാണ്. പടിഞ്ഞാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പടിഞ്ഞാറൻ ഗോപുരം വഴി വടക്കുന്നാഥ ക്ഷേത്രത്തെ മതിലകത്ത് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ അല്പം മുമ്പാണ് അവിടെ നിന്ന് പോകുന്നത്. ഏതാണ്ട് 12 മണിക്ക് തുടങ്ങി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കയറിയിരിക്കുന്നു. മൂലസ്ഥാനത്തേക്ക് എത്തി. ഇനി ദേവേ നിലപാടിൽ നിന്ന് ഇലഞ്ഞിത്തറ മേളത്തിലേക്ക് വരും. ഇനി വരാനുള്ളത് ഇലഞ്ഞിത്തറ മേളമാണ്. അതിനായുള്ള ഒരു കാത്തിരിപ്പാണ്. 2 മണിയോട് കൂടി തന്നെ ഇളഞ്ഞിത്തറ മേളം ആരംഭിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വളരെ സമാനതകളില്ലാത്ത ഒരു സമന്വയം, വാദ്യോപകരണ സമന്വയം തന്നെയാണ് ഇലഞ്ഞിത്തറ മേളം എന്നുള്ളത്. അത് വളരെ ആവേശത്തോടെ അതിനായുള്ള ഒരു കാത്തിരിപ്പ് പൂരപ്രേമികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. വാദ്യകലാകാരന്മാരെല്ലാം 200-ൽ പരം വരുന്ന വാദ്യകലാകാരന്മാരാണ്, അധികം വരുന്ന വാദ്യകലാകാരന്മാർ ഈ ഇലഞ്ഞിത്തറ മേളത്തിനായി ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ പാറമേക്കാവ് ഭഗവതി വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഒരു ആവേശത്തിലാണ്. നമുക്കറിയാവുന്നത് വലിയ ചൂടും വലിയ മീനച്ചൂട് മുകളിൽ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് പൂരച്ചൂട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. പൂരം പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ ചൂടാണെങ്കിൽ പോലും അതിനെല്ലാം കുടയും അതോടൊപ്പം തന്നെ വിഷറിയും ഒക്കെ ആയി തന്നെയാണ് ഈ പൂരത്തെ വരവേൽക്കാൻ, അല്ലെങ്കിൽ ഈ പൂരത്തിന്റെ ആവേശത്തെ ഒട്ടും ചോരാതെ തന്നെ പൂരപ്രേമികൾ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വെടിക്കെട്ട് ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലമുണ്ടെങ്കിൽ പോലും ഈ പൂരത്തെ അതിന്റെ ആ ഒരു ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ പൂരപ്രേമികൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ പാറമേക്കാവ് ഭഗവതി വടക്കുന്നാഥന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഇലഞ്ഞിത്തറ മേളത്തിനായുള്ള കാത്തിരിപ്പിലേക്കാണ്. ജംഷീർ കൊടിഞ്ഞാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സൂര്യൻ കത്തി ജ്വലിക്കുമ്പോഴും പൂരത്തെ നെഞ്ചേറ്റിയ ഒരു ജനത പൂരത്തിൽ അലിഞ്ഞ് പൂരം ആസ്വദിച്ച് തൃശൂർ പൂരനഗരിയിൽ അങ്ങനെ നിൽക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്.